വിദ്യാർത്ഥിനികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാലിക്കറ്റ് സർവകലാശാല ബി.എഡിന് അപേക്ഷിച്ചവരിൽ 5599 പേർ സീറ്റില്ലാതെ പുറത്താകും. 74 ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലായി 4863 സീറ്റാണുള്ളത്. 10462 അപേക്ഷകരുണ്ട്. കോഴ്സുകൾ 12. കോളേജുകളിൽ ഏറെയും സ്വാശ്രയ അടിസ്ഥാനത്തിലാണ് 57. യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ 11. ഗവൺമെൻറ് എയ്ഡഡ് 2 വീതം. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ മാസം 24-ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥി പ്രവേശന വിഭാഗം ഡയറക്ടർ ഡോക്ടർ C.D. സെബാസ്റ്റ്യൻ അറിയിച്ചു. അന്നും അടുത്ത ദിവസവും എഡിറ്റിംഗിന് അവസരമുണ്ട്. ജൂലൈ 3-ന് ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ക്ലാസുകൾ ജൂലൈ 7-ന് തുടങ്ങും. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ജൂലൈ 10-ന് നടത്തും. ഓഗസ്റ്റ് 5-ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. മറ്റ് സർവകലാശാല പരിധിയിലെ വിദ്യാർത്ഥികളിൽ ചിലരും കാലിക്കറ്റിൽ അപേക്ഷിച്ചിട്ടുണ്ടെന്നും അവർക്ക് ഏറ്റവും അടുത്ത കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന പക്ഷം കാലിക്കറ്റിൽ സീറ്റ് ലഭിച്ചാലും വരാനിടയില്ലെന്നും വിലയിരുത്തലുമുണ്ട്. കാലിക്കറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ചിലരെങ്കിലും കോഴ്സിന് ചേരില്ലെന്ന് ചുരുക്കം. 2 വർഷ ബി.എഡ് ഇനി എത്ര കാലം തുടരുമെന്ന് ആശങ്കയുണ്ട്. അപേക്ഷകർ കൂടാനും ഇത് കാരണമാണ്. 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചത് കേരളത്തിൽ നടപ്പായിട്ടില്ല. 2030 കഴിഞ്ഞെങ്കിലും നടപ്പാക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്. 2015-ലാണ് ബി.എഡ് 2 വർഷ കോഴ്സാക്കിയത്. അതിൽ പിന്നെ പല സ്ഥാപനങ്ങളും വിദ്യാർത്ഥി ക്ഷാമം നേരിടുകയായിരുന്നു. ചില ബി.എഡ് കോളേജുകൾ അക്കാലത്ത് പൂട്ടി, മറ്റു ചിലത് ചില കോഴ്സുകൾ മാറ്റി. അന്ന് നഷ്ടം സഹിച്ചാണ് ചില സ്ഥാപന നടത്തിപ്പുകാർ പിടിച്ചു നിന്നത്. 2018 ശേഷം അപേക്ഷകരുടെ എണ്ണം കൂടി. ഓർക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് കോഴ്സിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ മാസം 24-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.